അപ്പോൾ ഇന്ന് ഞാൻ ധ്വാനിന്റെയും ധോനിയുടെയും കൂടെ ഫിഷിന്റെ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ മസാല. നല്ല മസാല ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ളതാണ്. നല്ല അടിപൊളി നമുക്കൊരു മസാല ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡി. അപ്പോൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഫിഷ് ഫ്രൈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. ഞാനെല്ലാം അരച്ചൊക്കെ എടുത്ത് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് കാണണം അല്ലേ? കണ്ടോളൂ. നമുക്കിത് ഇത്ര മല്ലിയിലയാണ് വേണ്ടത്. ഞാനൊരു 5-6 തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. അതിൽ പകുതി ഞാനിത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കും. ബാക്കിയുള്ള മല്ലിയില നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കും. അത് നമുക്ക് കറിയുടെ അവസാനം അങ്ങ് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്രയാണ് മല്ലിയില ആവശ്യം. ഇവിടെ ഞാൻ 1.5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലിതേ ഒരു മൊത്തം വെളുത്തുള്ളി എടുത്തത് നമ്മൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ എടുത്തിരിക്കുന്ന അര വെളുത്തുള്ളി നമ്മൾ നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഞാൻ പകുതി അരച്ചെടുക്കും, പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കും. നമ്മൾ അരച്ചെടുക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസിൽ പ്രധാനിയാണ് ചെറിയുള്ളി. ചെറിയുള്ളി ഞാനൊരു 10-35 എണ്ണം എടുത്തൊന്ന് അരയ്ക്കും. ബാക്കി ഒരു 10-15 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ഞാനിവിടെ 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു 2-3 ഇല മാത്രം നമുക്ക് അരയ്ക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസിൽ ചേർത്ത് കൊടുക്കണം. ഒന്ന് അരച്ചെടുക്കണം. 2-3 ഇല മാത്രം മതി. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി ഞാനിത് മൊത്തമായിട്ട് അരച്ചെടുക്കും. ബാക്കിയുള്ളത് ഞാനിത് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഞാൻ ഇതേവിടെ ഒരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിൽ ഈ 5 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കും. ഈ 3 എണ്ണം ഞാനൊന്ന് അരച്ചെടുക്കും. ഇവിടെ ഞാൻ 6 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. 6 പച്ചമുളകിൽ 2 പച്ചമുളക് ഞാനൊന്ന് അരച്ചെടുക്കും. ബാക്കി ഞാൻ കട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം ചേർത്തൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. മിക്സി ജാറിൽ ബാക്കി ഉണ്ടായിരുന്ന ആ ഇൻഗ്രീഡിയൻസ്, അതായത് അരച്ച് വെച്ചത് ഞാനിവിടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇത് കളയേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഉപകാരപ്രദമായ സാധനങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കൂട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഞാൻ എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചെടുത്തതെന്ന്. അതിൻ്റെ അളവെല്ലാം കണ്ടല്ലോ. അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ മസാല ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യണം അല്ലേ? യെസ്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ അതും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ എങ്ങനെയാണെന്ന് വേണ്ടേ? അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടോളൂ. ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഓലമീൻ എന്ന് വിളിക്കുന്ന ഫിഷാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ഫിഷാണിത്. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഓലമീൻ 500 ഗ്രാം. നല്ലതുപോലെ മസാല തേച്ചിട്ടുണ്ട്. മസാല എന്ന് പറയുന്നത് മഞ്ഞൾ, മുളക്, കുരുമുളക് പൊടി, കളറിന് വേണ്ടി അത്യാവശ്യം കാശ്മീരി, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വെച്ചിരിക്കുകയാണ്. നല്ലതുപോലെ ആയി വരുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതൊന്ന് മസാലയിലിട്ട് വേവിക്കുന്നതാണ്. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. കൂടുതൽ വെളിച്ചെണ്ണ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഫിഷ് ഫ്രൈയിൽ മസാല ഉണ്ടാവുമല്ലോ അല്ലേ? വെളിച്ചെണ്ണയിൽ മസാല ഇറങ്ങും. ആ മസാല എല്ലാം കോരി വെക്കണം. അതിനകത്ത് കരിയാതെ തന്നെ അത് കോരി വെക്കുക. ഞാൻ കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ മസാല നമ്മൾ ഉണ്ടാക്കുന്ന ഫിഷ് ഫ്രൈ കറിയിലേക്ക് ചേർക്കും. അപ്പോൾ കണ്ടല്ലോ അല്ലേ? ഫിഷ് ഫ്രൈ ചെയ്ത് കണ്ടല്ലോ. ഫിഷ് ഫ്രൈ ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മസാല ഞാൻ പറഞ്ഞ മസാല കോരി വെച്ചിട്ടുണ്ട്. അതിന് കരിയാതെ തന്നെ കോരി വെക്കണം. ഇതെല്ലാം നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് കുക്കിംഗ് തുടങ്ങുകയാണ്. കുക്കിംഗ് തുടങ്ങല്ലേ? തുടങ്ങുകയാണ്. അപ്പോൾ ദേ ഞാനിവിടെ സെറ്റപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. ഇതിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. ഗ്യാസ് സ്റ്റോവ് ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് പാത്രം. പാത്രം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. നല്ല വെളിച്ചെണ്ണ കുറച്ചധികം ആയിക്കോട്ടെ. ഇതിൻ്റെ അളവൊന്നും ഞാൻ പറഞ്ഞില്ല. വെളിച്ചെണ്ണയ്ക്ക് ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ശരിക്കും ചൂടായിട്ടുണ്ട്. നമ്മൾ കടുക് ഇട്ട് കൊടുക്കാൻ പോവാണ്. കടുകൊക്കെ ആവശ്യത്തിന് ഇടുക. അപ്പോൾ
ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഈ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുള്ളൂ. ഒരു 4-5 ഇതൾ മാത്രം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. പച്ചമുളക് ഞാൻ 4 പച്ചമുളക് എടുത്തിരുന്നു. ആ 4 പച്ചമുളക് മൊത്തമായിട്ട് ഇതിൽ അരിഞ്ഞിട്ടിട്ടില്ല. ഒരു 1.5 പച്ചമുളക് ഞാൻ ഒന്ന് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ചേർക്കാനുള്ളതാണ്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ വറ്റൽമുളക് കൂടി ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുളകും വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ചേർക്കാൻ പോവുകയാണ്. ചെറിയുള്ളി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം, നല്ലതുപോലെ ചുവപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി ഒന്ന് നല്ലതുപോലെ ചുവന്ന് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ലതുപോലെ ചുവന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. എല്ലാം കൂടെ നല്ലതുപോലെ ഇട്ട് ഇളക്കി ഇതും പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കണം. മസാല നല്ലതുപോലെ കുറുകി ഇതിലെ വെള്ളമൊക്കെ പോകണം. നല്ലതുപോലെ വെള്ളം വറ്റിയിട്ട് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമ്മുടെ കൂട്ടിവിടെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാൻ പോവാണ്. മസാലപ്പൊടികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താൽ നല്ല കളർ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു 1/2 ടീസ്പൂൺ മതി. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണ് ഫിഷ് മസാല ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പോവുകയാണ്. മസാലയുടെ പച്ചമുളകൊക്കെ പോകണം, അതുകൊണ്ട് നല്ലതുപോലെ ഇതിലേക്ക് ഇളക്കി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ട കൂട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്, പച്ചമണം എല്ലാം പോയിട്ടുണ്ട് മസാലയുടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി തന്നോളൂ. അപ്പോൾ ധുനിമോൾ തക്കാളി വന്നിട്ടുണ്ട്. ഈ തക്കാളി ഓർമ്മയുണ്ടല്ലോ, പകുതി കട്ട് ചെയ്ത് വെച്ച തക്കാളി നമ്മൾ ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി ആ തക്കാളി. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ധുനിമോളെ ഉപ്പ് തരൂ. അതെ, അപ്പോൾ ധുനിമോൾ ഉപ്പ് വന്നിട്ടുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് പാകത്തിന് ചേർക്കാം. അപ്പോൾ തക്കാളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓർമ്മയുണ്ടല്ലോ, മിക്സി ജാറിൽ നിന്ന് നമ്മൾ ആ വെള്ളമൊക്കെ എടുത്ത് വെച്ചിരുന്നു, അതായത് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള വെള്ളം നമ്മൾ മാറ്റി വെച്ചിരുന്നു. ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ധുനിമോളെ വെള്ളം എടുത്ത് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വെള്ളം ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ സത്തുള്ള വെള്ളമാണ്, മിക്സി ജാർ നമ്മൾ എടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം ഇപ്പം വേണ്ട, ഇത് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ സെറ്റായിട്ട് അത്യാവശ്യം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന ഫിഷ് ചേർക്കാൻ പോവുകയാണ്. നമ്മുടെ ഓലമീൻ ചേർക്കാൻ പോവുകയാണ്. ധോനിമോളെ മീൻ തരും. ഫിഷ് ഫ്രൈ കണ്ടല്ലോ, നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ധോനി ചേർത്തോട്ടെ. ഓ തീയുണ്ടോ? അയ്യോ ജാൻമോൻ ഇപ്പോഴാണ് സ്റ്റൗവിൻ്റെ മുകളിൽ തീ കണ്ടത്. അപ്പോൾ ഫിഷ് ഫ്രൈ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മസാല നല്ലതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കണം. ഫിഷ് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നല്ല ശ്രദ്ധിച്ച് മെല്ലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ധോനിമോളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി നമ്മൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. തണ്ടോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സാധനം ചേർക്കുന്നുണ്ട്.
ഞാൻ ഇവിടെ ചേർക്കുന്നത് കട്ടിമോളാണ്. നിങ്ങളുടെ കയ്യിൽ തൈര് ഉണ്ടെങ്കിൽ, പുളി ഇല്ലാത്ത തൈര് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് സംഭവം. എൻ്റെ കയ്യിൽ ഇപ്പോൾ തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കട്ടിമോൾ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ അങ്ങനത്തെ ചേർത്താൽ മതി. ഞാൻ അതിൻ്റെ ഒരു പാകത്തിന് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രേവി ടൈപ്പ് മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഗ്രേവി കുറവാന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് വെള്ളം ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല ഗ്രേവി എല്ലാം ഇവിടെ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മിനുക്ക് പണിയൊക്കെ നടത്താൻ പോവാണ്. നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ മല്ലിയില, ഇതെല്ലാം ഒന്ന് മുകളിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യാൻ റെഡിയാണോ? യെസ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ മസാല ഇവിടെ റെഡിയാണ്. കൂടെ കഴിക്കാൻ ഞങ്ങൾ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടിന് കുറച്ച് തൈര് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നെയ്ച്ചോറിലേക്ക് ഇടാം. ഇലയിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ഫിഷ് ഫ്രൈ മസാല. അപ്പോൾ നമ്മുടെ റെഡിയാണ്, ഐറ്റംസ് ഒക്കെ റെഡിയാണ്. ഇതേ ഞാൻ ധോനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. ധോനി, ഈ മസാല കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയേ. ധ്യാൻകുട്ടാ റെഡിയല്ലേ? ഒരു പീസ് ഫിഷ് എടുത്തോട്ടെ. ആ, അപ്പോൾ ധ്യാൻകുട്ടൻ ഒരു വശത്ത് കുറച്ച് തന്നെ വായ കാണിച്ചേ. ആ, ഇനി ഞാനൊന്ന് നോക്കട്ടെ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? അങ്ങോട്ട് പറയൂ, എങ്ങനെയുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞേ. സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും അടിപൊളി വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരയ്ക്കും ഗുഡ് ബൈ.